ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് നമ്മുടെ J33 പ്ലാവിൻ്റെ ചോട്ടിലാണ്. അത് അവിടെ കാണുന്നത് J33 തന്നെയാണ്. ഈ അപ്പുറത്തും നമ്മൾ പല J33 പ്ലാവാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് കരുതിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇത് ചെറിയ പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ 1 വർഷമൊക്കെ ആയ സമയത്ത്, 1.5 വർഷം ആയ സമയത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് കണ്ടിട്ട് പലരും ചോദിച്ചൊരു കാര്യം, ഇത് അത്രയും വർഷമല്ല, നിങ്ങൾ വെറുതെ പറയുന്നതാണ്. അന്ന് നമ്മൾ പറഞ്ഞത് ഇതിന് നമ്മൾ ചാണകപ്പൊടി അതുപോലെ വളങ്ങൾ ഇട്ട് കൊടുക്കും, പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം ഗ്രോ നൈട്രോക്കിങ്, ഈ 2 കാര്യങ്ങളുടെ കോമ്പിനേഷനാണ് സ്പ്രേ ചെയ്ത് കൊടുത്ത് അതേപോലെ തടത്തിൽ ഒഴിച്ചൊക്കെ കൊടുത്തിരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. സ്ഥിരം കാണുന്നവർക്ക് അത് ഓർമ്മ കാണും. അപ്പോൾ കുറേ പേര് അതിൽ പറഞ്ഞ് ഇത്രയും ഒന്നും വളരില്ല ചെടിയെന്ന്. അപ്പോൾ ചെടി വളരണമെങ്കിൽ തീർച്ചയായും അതിന് നല്ല സൂര്യപ്രകാശം വേണം, അതേപോലെ തന്നെ നല്ല മണ്ണായിരിക്കണം, പിന്നെ അത്യാവശ്യം നല്ല വളം കൊടുക്കണം. അപ്പോൾ നമ്മൾ വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണ് ഗുണമേന്മ ഉള്ളതല്ല, അല്ലെങ്കിൽ നല്ല മണ്ണല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള വളം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകുള്ളൂ. ഇതിപ്പോഴും 3 വർഷം ആകാത്ത ചെടിയാണ് കേട്ടോ. അപ്പോൾ 3 വർഷം ആകാത്ത നമ്മുടെ ഈ ഒരു J33 പ്ലാവിൻ്റെ വളർച്ച നിങ്ങൾ കണ്ടോ? അപ്പോൾ 3 വർഷം ആയില്ല എന്നുള്ളതിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ ഇത് കായ്ച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇടയ്ക്ക് നാഴ്ചയൊക്കെ ഉണ്ടായിട്ട് പോവും. ഗ്രോത്തുള്ള ചെടികൾക്ക് വരുന്ന കാര്യം അതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലേക്ക് നിറയെ ശിഖരത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇത് കായ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ അറിയിക്കുന്നതാണ്. അപ്പോൾ അന്ന് ഞങ്ങളെ പറഞ്ഞപ്പോൾ കുറേ പേര് അതിൽ കമൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ കൊടുത്ത വളങ്ങളെക്കുറിച്ച്, അതായത് ചെടികൾ വളരുന്നില്ല എന്നുള്ളവർക്കുള്ള വളങ്ങൾ, ഗ്രോ നൈട്രോക്കിങ്ങിൻ്റെ കോമ്പിനേഷൻ ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ അടിവളവും കൊടുക്കണം കേട്ടോ. ചാണകം അല്ലെങ്കിൽ ആട്ടുകാഷ്ടം പൊടിച്ചത് അതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കണം. ചാണകം കൊടുക്കുമ്പോൾ എപ്പോഴും പൊടിയായിട്ടുള്ളത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ രീതിയിൽ പൊടിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു പ്രത്യേകത ഇതിൽ ഞാൻ ശ്രദ്ധിച്ചത്, ഇതിന് യാതൊരുവിധ ഫംഗസ് ബാധയോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല സൺലൈറ്റും കാര്യങ്ങളും ഉണ്ട്. സൺലൈറ്റ് നന്നായിട്ട് കിട്ടണ സ്ഥലത്ത് കീട ബാധകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും പ്ലാവ് ഐറ്റംസൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ നല്ല സൺലൈറ്റ് കിട്ടണ സ്ഥലത്ത് മാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ രോഗബാധയിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു രക്ഷപ്പെട്ടോളും. ഇത് വൈറ്റ് ഞാവലാണ് കേട്ടോ. വൈറ്റ് ഞാവലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളോട് ഒരാൾ ചോദിച്ചിരുന്നു, വൈറ്റ് ഞാവൽ എങ്ങനെയാണെന്ന്. വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് ഞാവൽ, വൈറ്റ് ഞാവൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതേപോലുള്ള പ്ലാന്റുകളൊക്കെ ഡയബറ്റിക്കിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള പഴവർഗ്ഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഞാവൽ വെറൈറ്റികൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ല നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കായ്ച്ചൊക്കെ കിട്ടും. വിശ്വസ്തമായ നഴ്സറികളിൽ നിന്ന് തന്നെ ഞാവൽ തൈകൾ വാങ്ങി വെക്കുക. സ്ഥലമുള്ളവർക്ക് നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള, നിങ്ങളുടെ സ്ഥാപനത്തിനോ ഷോപ്പിനോ നഴ്സറിക്കോ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഒരു കാര്യമാണ്, നല്ല രീതിയിൽ ചെനപ്പൊക്കെ വന്ന് വളർന്നു വരുന്നൊരു അവക്കാഡോ ചെടിയാണ്. അടിപൊളി. അപ്പോൾ ഇതൊക്കെ 3 വർഷം ആകുമ്പോഴാണ് കായ്ക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മുടെ അനുഭവത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ സീഡിട്ട പ്ലാന്റ്, അവക്കാഡോ പ്ലാന്റ് 4 വർഷമായി കായ്ച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വളം വാങ്ങാൻ കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. പക്ഷേ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണ്. നമ്മുടെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നതാണ്, ഇത് ബഡ് ചെയ്ത പ്ലാന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 വർഷമൊക്കെ എടുക്കും ബഡ് ചെയ്യാത്ത പ്ലാന്റ്, കുരുവിട്ട് മുളപ്പിച്ച പ്ലാന്റൊക്കെ കായ്ക്കാം കേട്ടോ. അത് നമ്മൾ എന്ത് വളം ഫ്ലവറിങ്ങിനായിട്ട് കൊടുത്തിട്ടും കാര്യമില്ല. അത് മനസ്സിലാക്കി ചെയ്യുക കേട്ടോ. 10, 12, 15 വർഷമൊക്കെ ആയിട്ട് കുരുവിട്ട് മുളപ്പിച്ച പ്ലാന്റുകൾ കായ്ക്കുന്നത് കൊണ്ട് അത് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കുരുവിട്ട് കിളിപ്പിച്ച അവക്കാഡോ പ്ലാന്റ് വെച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ എനിക്കൊരു പേരക്കയും ഫാഷൻ ഫ്രൂട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഷേപ്പിൽ, നല്ല വളർച്ച, അതുപോലെ തന്നെ നിറയെ ചക്ക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.